പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ വായിച്ച വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 52-ാം വാക്യമാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. 45-ാം വാക്യം മുതൽ 51-ാം വാക്യം വരെ വേറൊരു വിഷയമാണ്. എന്നാൽ 44 വരെയുള്ള ആ വാക്യങ്ങളിലെ വിഷയമാണ് 52-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സാരാംശമാണ്, ഇതൊരു അന്തസത്തയാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ വാക്യം വായിച്ചാൽ അതിന്റെ മീനിങ് ഗ്രഹിക്കാൻ പറ്റുകയില്ല. വളരെ ധ്യാനത്തോടെ ആഴത്തിൽ ശ്രദ്ധിച്ചെങ്കിലേ നമുക്കതിന്റെ അർത്ഥം മനസ്സിലാവും. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അപ്പൊ ഇവിടെ ഈ അപ്പത്തിന്റെ കാര്യം പറയേണ്ട വിഷയം എന്താണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെ പറയുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾ വായിച്ചും വിട്ടു പോവാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ മരുഭൂമിയിലെ അത്ഭുതമാണ്. അപ്പൊ ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇവിടെ മരുഭൂമിയാണ്, നേരം വൈകി, ജനത്തെ പറഞ്ഞയക്കണം. നമ്മൾ ആ അത്ഭുതം മൊത്തം വിവരിക്കല്ല, അതിലെ ഒരു പ്രധാന ദൂതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവരെ കൊണ്ട് കഴിയത്തില്ല, നിന്നാൽ നമുക്ക് മെനക്കേടാണ്, അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടാൽ നമുക്ക് സ്വസ്ഥതയാണ് എന്നാണ് ഭാഷ്യം. ശിഷ്യന്മാരുടെ ഭാഷ്യം അതാണ്, യേശുവിനോട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനത്തെ പറഞ്ഞു വിടണമെന്ന് അവര് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് യേശു പറയുകയാണ്. അപ്പൊ ഇനി മുതലാണ് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ശിഷ്യന്മാരുടെ കയ്യിൽ ഈ ജനത്തെ മാനേജ് ചെയ്യാൻ, ഇവരെ പോഷിപ്പിക്കാൻ, ഇവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അതാണ്. അതായത് അപ്പമില്ല, ഇവരുടെ കയ്യിൽ ആഹാരമില്ല, അപ്പമില്ല. അപ്പത്തിന് അപ്പം തന്നെ വേണം, അല്ലെങ്കിൽ ആഹാരത്തിന് ആഹാരം തന്നെ വേണം. അതിന് വേറെ ഒന്നും പറ്റത്തില്ല. കാരണം അത് കഴിക്കാനുള്ളത് എന്തോ, അത് വിഭവങ്ങൾ പലതുമാകാം, പക്ഷെ ആഹാരത്തിന് പകരം വേറൊന്നും വെക്കാനില്ല. ആഹാരം കഴിച്ചെങ്കിലേ പറ്റും. വെള്ളത്തിന് പകരം വെള്ളം തന്നെ, വെള്ളം ഉള്ള പാനീയം, അല്ലെങ്കിൽ പാനീയം ആ ലെവലിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റും. അത് ജ്യൂസോ ഡ്രിങ്ക്സോ മറ്റേതെങ്കിലും ആകാം, പക്ഷെ ആ ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അതായത് കഴിക്കാനും കുടിക്കാനും വേണം, പക്ഷെ അവർക്ക് കഴിക്കാൻ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ പക്കൽ ഇല്ല. അതാണ്, അപ്പം ഇല്ല. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ചില വിഷയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല, ചില വിഷയം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല. ശിഷ്യന്മാർക്ക് മാനേജ് ചെയ്യാൻ അത് പറ്റത്തില്ല. ഇല്ല എന്നുള്ളതാണ് മറുപടി. എന്തില്ല? അപ്പമില്ല. നമ്മുടെ വിഷയം മറക്കരുത്, അപ്പമാണ്. ആ അപ്പം അവർക്കില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാം ഇല്ല. അത് നമ്മൾ ഓർത്തോണം. ചിലർക്ക് ചിലതുണ്ട്, പക്ഷെ എല്ലാവർക്കും എല്ലാം ഇല്ല. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു ഇല്ല, അവരെ പറഞ്ഞു വിടും. പക്ഷെ അടുത്ത യേശു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് പറയുക. അപ്പൊ എവര് കൊടുക്കണമെന്നായി സ്വതന്ത്രം. എന്നാൽ മിണ്ടാതിരുന്നാ മതിയായിരുന്നു, നമ്മുടെ നേർക്ക് ഈ വിഷയം വരത്തില്ലായിരുന്നു എന്ന് ചിലർ ഉള്ളിൽ ചിന്തിച്ചു കാണും.
പക്ഷേ വിഷയം അങ്ങനെ വന്നേ പറ്റൂ. കാരണം എവരാണ് ഇനി ഈ ജനത്തെ നടത്തേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടത്? എവരാണിനി ലീഡേഴ്സ് ആയിട്ട് വരേണ്ടത്? അപ്പോ ഇവരെ കർത്താവ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ കർത്താവിന്റെ ചരട് വലിയിൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അടുത്ത വിഷയം 37 വാക്യത്തിൽ 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിച്ചാൽ തികയത്തില്ലെന്നായി. അപ്പൊ ഈ വെള്ളിക്കാശിന്റെ കണക്ക് മർക്കോസും യോഹന്നാനും പറഞ്ഞേക്കുന്നത്. മർക്കോസിലും യോഹന്നാനിലുമാണ് 200 പണത്തിന് അപ്പം വാങ്ങിച്ചാലും തികയത്തില്ലെന്ന് പറയും. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവരാകപ്പാടെ പണസഞ്ചിയിലെ കാശ് നോക്കി, അക്കൗണ്ടിലെ ബാങ്ക് ബാലൻസ്, അക്കൗണ്ടിലെ പണം എത്ര ഉണ്ടെന്ന് നോക്കിയപ്പം അങ്ങേ അറ്റം മൊത്തം നോക്കിയപ്പോ 200 പണേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത് ചിലരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. ഇനി രണ്ട്, നമ്മൾ അതിനൊന്ന് പരിശ്രമിച്ചാൽ പോലും നമ്മുടെ കയ്യിലുള്ളത് മാക്സിമം 200 വെള്ളിക്കാശാണ്. പക്ഷെ അതും ഇതിന് മതിയായതല്ല. അപ്പൊ ചിലരുടെ കയ്യിൽ ചിലതുണ്ടെങ്കിലും അത് ഇപ്പോഴുള്ള നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്നത് അല്ല. അതാണ് 200 പണത്തിന് അപ്പം വാങ്ങിച്ചാൽ തികയത്തില്ല. കാരണം ഇവർക്ക് ഒരു മനുഷ്യരാണ്, ഇവർക്ക് കണക്കറിയാം, ശരാശരിയൊക്കെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തികയത്തില്ലെന്ന് അവർക്ക് പറയാം. അപ്പൊ ഇന്ന് രാത്രിയിൽ ഏത് വിഷയം സംബന്ധിച്ചായാലും ഒന്ന്, ആദ്യമേ നമ്മുടെ മറുപടി ഇല്ല, അങ്ങനെ സാഹചര്യമുണ്ട്, അങ്ങനെ കടന്നു പോകേണ്ടി വരും. രണ്ട്, കുറച്ചുകൂടെ ബലം പ്രയോഗിച്ച് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്ത് പറ്റൂ എന്ന് വന്നാൽ നമ്മുടെ കയ്യിലുള്ളത് തികയത്തുമില്ല. 200 പണത്തിനുള്ളതേ അവരുടെ കയ്യിലുള്ളൂ. സ്തോത്രം. 200 പണം എന്ന് പറഞ്ഞ ഒരു ചെറിയ തുകയല്ല. കാരണം യേശുവിനെ ഒറ്റ കൊടുക്കാൻ 30 വെള്ളിക്കാശ് മതിയായിരുന്നു. ഇതിപ്പോ ഇവർക്ക് 200 വെള്ളിക്കാശുണ്ട്. ഇപ്പൊ 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് 864 രൂപയാണ്. 864 രൂപയാണ്. 28 രൂപ 80 പൈസ വീതം ഒരു വെള്ളിക്കാശിന് കണക്കെടുക്കുമ്പോൾ ഈ 864 രൂപയാണ് യേശുവിനാണ് 864 രൂപയ്ക്കാണ് യേശുവിനെ യൂദാ വിറ്റ് കൊടുത്തത്. സ്വന്തം. അപ്പോ അതിന്റെ 63 18 73 21 അതിന്റെ 6 ഇരട്ടി ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഈ 10-15,000 വരുന്ന ജനത്തെ പോഷിപ്പിക്കാനൊക്കത്തില്ല. പുരുഷന്മാര് മാത്രം 5,000 എന്നാണ്. ഭാര്യമാരെയും കൂടെ വന്നാൽ 10,000 ഈ 2 പിള്ളേരെ ഉള്ളെങ്കിൽ അവര് വന്നെങ്കിൽ 20,000. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണം കൊണ്ട് പറ്റത്തില്ല. അവരുടെ കയ്യിലുള്ള പണം ഒരു വലിയ തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില വിഷയങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള തുക വലുതായിട്ട് തോന്നും, അത്ര ഉണ്ടല്ലോ, പക്ഷെ എന്നാലും നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ തികയത്തില്ല. അതാണ്. അപ്പൊ ഇവർക്ക് ശരിയായ ബോധ്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അപ്പോ ഇല്ല. നമ്പർ 1 മറക്കരുത്. 2, ഞങ്ങളിനി പരിശ്രമിച്ച് ഞങ്ങളുടെ മുഴുവൻ തുകയും എടുത്താലും 200 വെള്ളിക്കാശേ ഞങ്ങളുടെ കയ്യിൽ ഉള്ളൂ. സ്തോത്രം. മൂന്നാമത്, അപ്പോ തികയത്തില്ല. അപ്പൊ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട്? 38 വാക്യമാണ്. അപ്പൊ എവരുടെ കയ്യിൽ അപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് തോമസിന്റെയും യൂദായുടെയും പത്രോസിന്റെയും യോഹന്നാന്റെയും വീട്ടിലാണ് ചിലപ്പോഴൊക്കെ യേശു തങ്ങുന്നത്. കവർന്നഹൂമിൽ. ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞു, യേശു ജനിച്ചത് ബെത്ലഹേമിലാണ്, വളർന്നത് നസ്രത്തിലാണ്, താമസിച്ച് മിനിസ്ട്രി കൂടുതൽ ചെയ്തത് കവർന്നഹൂമിലാണ്. സ്വന്തം ഗലീലയിൽ കവർന്നഹൂമിലാണ്. അപ്പൊ പത്രോസിന്റെയും യോഹന്നാന്റെയും വീട്ടിൽ എന്തോ കാണുമെന്നുള്ള കാര്യം ആർക്കറിയാം? യേശുവിനറിയാം, ശരാശരി അറിയാം. കാര്യം ആ വീടുമായിട്ട് യേശു എപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. പുതുതായിട്ട് വന്നവരോട് പറയുന്നു, കുറിവാക്യം മർക്കോസ് 5
6:52 അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന വാക്കാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സമയം വേണ്ടതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടങ്ങിയത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവരും ഇപ്പോ 2-3 ദിവസമായി, അവരുടെ കയ്യിൽ എങ്ങനെ അധികം വരാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും ചോദിക്കുക. അപ്പൊ എവരുടെ കയ്യിലില്ല. പക്ഷെ ഇവര് ഈ കാശ് തികയാതെ വന്നപ്പം മൊത്തത്തിൽ ഓൾ റൗണ്ട് ഈ യോഗത്തിനിടയിലൂടെ 12 പേരും ആമേൻ ഇടവിട്ടൊന്ന് കറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 10-20,000 പേര് ഇരിക്കുന്നതിനിടയ്ക്ക് ഒരു കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പം കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവർ ഈ യോഗത്തിനിടയിലൂടെ തലങ്ങും വിലങ്ങും 12 പേര് കറങ്ങിയിട്ട് വന്ന് ഇവര് കാര്യം പറയാണ്, ഒരു 5 അപ്പം ഒരു കൊച്ചിന്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങള് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം. ആ കൊച്ചിനോട് ചോദിച്ചപ്പോ കൊച്ചൻ കൊടുത്തു. 5 അപ്പം ഉണ്ടെന്ന് പറയുക. അപ്പൊ ഇവരുടെ കയ്യിൽ കാശ് 200 ഉണ്ട്. ഇപ്പൊ ഇനി കാശ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിലുള്ളത് ചിലപ്പം നമുക്ക് ഉപകരിക്കുന്നതല്ല, അത് യേശുവിന് ഉപകരിക്കത്തില്ല. ഇപ്പൊ ഇവിടെ 5 അപ്പം ആ ബാലകന്റെ കയ്യിൽ കണ്ടെത്തിയതാണ് ഇവിടെ ഉപകരിക്കാൻ പോകുന്നത്, ഇവിടെ പ്രയോജനപ്പെടാൻ പോകുന്നത്. ഇപ്പൊ ചിലരുടെ കയ്യിലിരിക്കുന്ന കാശ് അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ, അത് ആർക്കും ഉപകരിക്കുന്നതല്ല. പക്ഷെ ചില ബാലകന്മാരുടെ കയ്യിൽ അപ്പമുണ്ട്, അതാണ് ഇപ്പോൾ യേശുവിന്റെ മുമ്പിൽ പ്രയോജനപ്പെടാൻ പോകുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിന്റെ എണ്ണം വളരെ കുറവാണ്. അത് അത്രേ ഉള്ളൂ, 5 ഉള്ളൂ, 5 എണ്ണേ ഉള്ളൂ. അപ്പൊ അവര് വന്ന് പറഞ്ഞ് 5 അപ്പം ഉണ്ട്, 2 മീനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടിട്ട് യേശുവിന് യാതൊരു ആശങ്കയില്ല, യാതൊരു പരിഭവവും ഇല്ല. 5 കൊണ്ട് എന്നാ ചെയ്യാനാ? 50 ഉണ്ടായിരുന്നേ നോക്കാനും. 50 ഉണ്ടേ പറ്റൂ. 50 ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? പുരുഷാരം തന്നെ, ആ ആണുങ്ങൾ തന്നെ 5000 എന്ന് നോക്കണം. അപ്പൊ 4000 ഉണ്ട്, നമുക്ക് 5000ത്തിന് പറ്റിക്കാം എന്ന് പറയാം, അല്ലേ? ഇപ്പൊ 100 ഊണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 90 വാങ്ങിച്ച 10 കൂടെ അധികം കാണുമെന്നും പറഞ്ഞ് 100 പേരുണ്ടെങ്കിൽ 90 ഓർഡർ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ 10 മറ്റേതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് അവരുടെ ധാരണ. അത് ശരിയുമാണ്, ശരാശരി. കാര്യം ഈ കൊണ്ടുവരുന്നവര് ഇച്ചിരി ചോറ് അധികം ഇട്ടേക്കും, കാരണം ഞങ്ങളുടെ എങ്ങും തികഞ്ഞില്ലെന്ന് പറയാൻ അവയെ കാരണമാകാതിരിക്കാൻ വേണ്ടി. സോദരം. അപ്പോ പക്ഷെ ഇവിടെ ഇത് ഇങ്ങേ അറ്റത്തെയാണ്. ഈ 5 അപ്പം എന്ന് പറയുന്നത് ഇങ്ങേ അറ്റമാണ്. 200 അപ്പത്തിന് മേടിച്ചാൽ ഇതിന്റെയൊക്കെ ഒരു 100 ഇരട്ടി അപ്പം 200 പണത്തിന് വാങ്ങിച്ചാൽ കിട്ടും. പക്ഷേ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പണം അവിടെ ഇരുന്നോട്ടെ, അതിപ്പോ ഈ യോഗത്തിന് വേണ്ട, ഇവിടെ എനിക്കൊരു പദ്ധതിയുണ്ട്, ഞാൻ അത് ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കയ്യിൽ ആ അമ്മ ആ ബാലന് കൊടുത്തു വിട്ട 5 അപ്പം അവർ കൊടുത്തത് കൊണ്ട്, അത് ശിഷ്യന്മാര് വാങ്ങിച്ചത് കൊണ്ട്, അതാണ് ഇപ്പോൾ അവരുടെ സോഴ്സ് എന്ന് പറയുന്നത്. അവരുടെ സോഴ്സ് അതാണ്. അത്ഭുതത്തിനുള്ള സോഴ്സ്, അടയാളത്തിനുള്ള സോഴ്സ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, ചിലത് ചിലയിടത്ത് ഉപകരിക്കത്തില്ല. വലിയ തുകയാണ്, പക്ഷെ ഉപകരിക്കത്തില്ല. പക്ഷെ ചെറുതാണെങ്കിലും യേശുവിന്റെ കരങ്ങളിൽ അത് കൊടുത്തപ്പോൾ അത് ഉപയോഗപ്പെടാൻ തുടങ്ങുകയാണ്. കർത്താവ് പറഞ്ഞത് കൊണ്ടുവരാൻ പറഞ്ഞു. ശിഷ്യന്മാരത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. അടുത്തത് 5-ാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അത് വാഴ്ത്തി നുറുക്കി എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം 12 കൊട്ട നിറച്ചെടുത്തു. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ആദ്യം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല.
രണ്ടാമത് നമ്മുടെ കയ്യിൽ കുറേയേറെ പണമുണ്ട്. പക്ഷെ അപ്പമല്ലത്, പണമാണ്. പണം കൊണ്ട് കാര്യം നടക്കത്തില്ല. അവിടെ മരുഭൂമിയാണ്. ഇനി ഇത്രയും പേർക്ക് 5000 പേരുടെ ഫുഡ് ഒരു ഹോട്ടലിലും നേരത്തെ ഉണ്ടാക്കത്തില്ല. ഒരു ബേക്കറിയിലും നേരത്തെ ഉണ്ടാക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ പണം കൊണ്ട് പോയാൽ ഒരു പക്ഷേ വെളിയിൽ പോലും ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് ആ പണം ഉപകരിക്കാത്ത പണമാണ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം 5 അപ്പമാണ് അവരുടെ കയ്യിലുള്ളത്. 5 അപ്പമാണ്. അപ്പത്തിന്റെ വിഷയമാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. ആ 5 അപ്പം യേശുവിന്റെ കയ്യിൽ വന്ന് വാഴ്ത്തി നുറുക്കി കഴിഞ്ഞപ്പോൾ 5000 പേര് ആ അപ്പം തിന്നു. അതാണ് ഇനി അടുത്തത്. 5000 പേരുടെ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന അപ്പമാണ്. ബാലകന്റെ കയ്യിലിരിക്കുന്ന അപ്പം 5000 പേർ പുരുഷന്മാർ മാത്രം, അവരുടെ മുമ്പിൽ ആ അപ്പമായി. ഇപ്പൊ വർദ്ധിച്ചു. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ചിലത് വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരുന്നാൽ പറ്റത്തില്ല. അത് യേശുവിന്റെ കയ്യിലെത്തണം. യേശുവിന്റെ കയ്യിലെത്തിയെങ്കിൽ മാത്രമേ അത് വർദ്ധിക്കുകയുള്ളൂ. സ്തോത്രം. അതിന് ഉദാഹരണം പറഞ്ഞാൽ, വിധവയുടെ വീട്ടിലെ ഒരു പിടി മാവ് ഏലിയാവിന് അതിനകത്ത് നിന്നൊരട ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് 3.5 കൊല്ലം ആ കലത്തിലെ മാവ് വർദ്ധിച്ചത്. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർക്ക് ഓരോ ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കി കൊടുത്തതാണ് 30 ലക്ഷത്തിന് മരുഭൂമിയിൽ 40 കൊല്ലം മന്ന സ്വർഗത്തിലെ അപ്പം കൊടുത്തത്. അപ്പൊ വർദ്ധിക്കാൻ കാരണം അബ്രഹാം കൊടുത്തതാണ്. വർദ്ധിക്കാൻ കാരണം വിധവ കൊടുത്തതാണ്. വർദ്ധിക്കാൻ കാരണം ഈ ബാലകൻ യേശുവിന്റെ കയ്യിൽ കൊടുത്തതാണ്. നമ്മുടെ കയ്യിലിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, വർദ്ധിക്കത്തില്ല. യേശുവിന്റെ കയ്യിലെത്തുമ്പോഴാണ് വർധന ഉണ്ടാകുന്നത്. അപ്പം ബാലകന്റെ കയ്യിലിരുന്ന അപ്പം, ശിഷ്യന്മാരുടെ കയ്യിലിരുന്ന അപ്പമാണ് നമ്മുടെ വിഷയം. വ്യാഖ്യാനം പിന്നെയും കൂടുക. ബാലകന്റെ കയ്യിലിരുന്ന അപ്പം അത് ശിഷ്യന്മാരുടെ കയ്യിലെത്തി. ശിഷ്യന്മാരുടെ കയ്യിലിരുന്ന അപ്പം യേശുവിന്റെ കയ്യിലെത്തി. യേശുവിന്റെ കയ്യിലിരുന്ന അപ്പം വീണ്ടും വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ വശം. അത് തിന്ന് തൃപ്തരായ പുരുഷന്മാർ 5000, അവരുടെ മുമ്പിൽ ആ അപ്പം എത്തി. അപ്പൊ അപ്പത്തിന്റെ കൈമാറ്റമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അപ്പം എന്ന വിഷയം ഇവർക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ശ്രദ്ധിക്കണേ. അമേൻ. ഇനി അടുത്തത്, എവരുടെ കൊട്ട 12 കൊട്ടയ്ക്കകത്ത് ഈ അപ്പത്തി. അപ്പൊ യോഹന്നാന്റെ കയ്യിൽ ഒരു കൊട്ടയപ്പം, അന്ത്രയോസിന്റെ കയ്യിൽ ഒരു കൊട്ടയപ്പം, യാക്കോബിന്റെ കയ്യിൽ ഒരു കൊട്ടയപ്പം, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. എല്ലാ ശിഷ്യന്മാരുടെ കയ്യിലും ഓരോ കൊട്ടയപ്പം. അപ്പൊ ഇപ്പൊ ആരുടെ കയ്യിലായി? ഈ ശിഷ്യന്മാരുടെ കയ്യിൽ 12 പേരുടെയും കയ്യിൽ അപ്പമായി. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മൾ മറക്കാതിരിക്കാനാണ് ഈ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറെ കാശുണ്ടായിരുന്നു, പിന്നെ ബാലന്റെ കയ്യിലെ അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചു. ആ അപ്പം നിങ്ങളുടെ കൈ വന്നു. ആ അപ്പം എന്റെ കൈ വന്നു. ആ അപ്പം ഞാൻ വാഴ്ത്തി നുറുക്കി. ആ അപ്പം 5000 പേരുടെ മുമ്പിൽ വിളമ്പി. ആ അപ്പത്തിന്റെ ശേഷിപ്പ് 12 കൊട്ട നിങ്ങളുടെ ബാസ്ക്കറ്റിനകത്ത് വന്നു. ഇപ്പൊ ഈ അപ്പത്തിന്റെ കാര്യം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് മറന്നു. അതാണ് നമ്മുടെ വിഷയം. ഇവര് മറന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പത്തിന്റെ വിഷയം ഇവരുടെ ആയുസ്സിൽ മറക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ അപ്പം ഇല്ലല്ലോ, ഈ ജനത്തെ പറഞ്ഞു വിടണം, ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പാടാണ്, ഞാനിത് എങ്ങനെ പോഷിപ്പിക്കും, ഇത് നമ്മളെ കിടന്ന് വലയുമല്ലോ, നാണക്കേടായല്ലോ, ഈ മിനിസ്ട്രി ആകെ ചീറ്റുമല്ലോ, സ്തോത്രം, യേശുവിന് കഴിവില്ലെന്ന് വരുമല്ലോ, നമ്മൾ ഇറങ്ങിത്തിരിച്ച് വെറുതെ ആയിപ്പോയല്ലോ,
ജനം വഴിയിൽ പട്ടിണിയായി തിരിച്ചു പോകുമ്പോൾ അവശരായി താഴെ വീഴുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞുവിടാൻ പറയാം. ഉടനെ സ്വന്തം അവിടെ ചെന്ന് പറഞ്ഞതാണ്. പക്ഷേ പണി അവർക്ക് തിരിച്ചു കിട്ടി. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. നമ്മുടെ കയ്യിൽ എവിടുന്ന് കൊടുക്കാനാ? സ്തോത്രം. സഞ്ചിക്കകത്ത് നോക്കിയപ്പോ 200 വെള്ളിക്കാശ്. ഇതുകൊണ്ട് പോയാൽ ഇപ്പൊ അപ്പം കിട്ടത്തില്ല, തികയത്തുമില്ല. സ്തോത്രം. അപ്പൊ അവിടെയും വഴിയടഞ്ഞു. പിന്നെ നമ്മൾ തപ്പി കണ്ടുപിടിക്കാൻ ഈ 10,000 ജനത്തിന്റെ ഇടയിലേക്ക് 12 ശിഷ്യന്മാർ അതിവേഗം പാഞ്ഞു. എല്ലാവരുടെയും മാസ്ക് ഈ 2 കണ്ണുകൊണ്ട് ബാസ്ക്കറ്റ് ആഴത്തിൽ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവര് അപ്പം കണ്ടുപിടിക്കാൻ പെട്ട പാട് ചെറുതൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആ ആ കൊച്ചന്റെ കയ്യിൽ നിന്ന് അപ്പം എവരുടെ കയ്യിൽ വരാനും അത് കിട്ടണമെങ്കിലും ദൈവം കണ്ടു കാണിക്കാതെ പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അത് യേശുവിന്റെ കയ്യിൽ ചെന്നപ്പോൾ വാഴ്ത്തി നുറുക്കി അതൊരു ഭയങ്കര അത്ഭുതമായി. പെറുക്കും തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഈ കണ്ണുകൊണ്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുക. 1 കൊട്ട, 2 കൊട്ട, 3 കൊട്ട, 12, 50, 60, 70 കൊട്ട, 100 കൊട്ട. 100 കൊട്ടയായാലും തികയുമോ? 10,000 പേര് ജനം ഇരിക്കല്ലേ. ഇവർക്ക് തന്നെ 12 കിട്ടിയല്ലേ അവസാനം. എല്ലാരും തിന്ന് തൃപ്തരായ ശേഷം ബാക്കി ഇവർക്ക് തന്നെ 12 കിട്ടിയില്ലേ കൊട്ട. അപ്പൊ എത്രയോ കൊട്ടകളായി ഇവരുടെ കണ്ണിൽ കണ്ടത്. സ്തോത്രം. അപ്പോ ഈ അത്ഭുതം എല്ലാം കഴിഞ്ഞ് എന്തായാലും ഇവരെല്ലാം പറഞ്ഞു. തോമസ് പറഞ്ഞ് ഉഗ്രൻ അത്ഭുതം. മത്തായി പറഞ്ഞു ഇതുപോലൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. യോഹന്നാൻ പറഞ്ഞു വണ്ടർഫുൾ. മറ്റൊരാൾ പറഞ്ഞു മിറാക്കുലസ്. ഹല്ലേലൂയാ, സ്തോത്രം. ഇവരിതെല്ലാം ഒക്കെ പറഞ്ഞിങ്ങനെ അതിനകത്ത് രസിച്ചേതാനും 2 ആഴ്ചത്തേക്ക് ഇനി വീടിനകത്ത് അരി ആട്ടണ്ട, സ്തോത്രം, ഗോതമ്പും വാങ്ങിക്കണ്ട, പിന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ദോശയ്ക്ക് മാവും കുഴക്കണ്ട, ഇഡലിക്ക് സാമ്പാറും ഉണ്ടാക്കണ്ട, എല്ലാം ഓക്കെ ആണ്. കാര്യം ഓരോ കൊട്ട വീതം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭാര്യമാർക്ക് റെസ്റ്റാന്നൊക്കെ പറഞ്ഞ് ഇവര് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവരോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അക്കരയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഹലോ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അക്കരയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആനന്ദ എത്ര പെട്ടെന്നൊന്നും ചോദിച്ചില്ല. ഗുരുവിന്റെ വാക്കൽ അവര് 45-ാം വാക്യം താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകേറി അക്കരയ്ക്ക് ബത്സേദയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ആമേൻ. കർത്താവ് നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സംഭവം എല്ലാം നമുക്കറിയാവുന്ന അതിലെ പ്രധാനപ്പെട്ട കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നേരെ മലയിലോട്ട് പ്രാർത്ഥിക്കാൻ അങ്ങ് പോയി. ഇവരെ പടകേറി അക്കരയ്ക്ക് പോകാനായിട്ടും പറഞ്ഞു. ചുരുക്കത്തിൽ അതിന്റെ സംക്ഷിപ്ത രൂപം പറയാം. ഇവര് പടകിൽ കയറിയതും കാറ്റിഞ്ഞ് അങ്ങോട്ട് വള്ളം വിട്ട് ഒരല്പം പല നാഴിക ദൂരത്തായി കഴിഞ്ഞപ്പോ ഇവര് പ്രതീക്ഷിക്കാത്തൊരു കാറ്റ് അക്കരെ എത്താതെ വണ്ണം അവർക്ക് നേരെ അടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ കാറ്റടിച്ചു. യാമം 1 കഴിഞ്ഞു, യാമം 2 കഴിഞ്ഞു, യാമം 3 ആയി. 3 യാമം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറായെന്നറിയാമോ? 9 മണിക്കൂറായി. 9 മണിക്കൂർ. സന്ധ്യയ്ക്കാണ് ഇവരെ പറഞ്ഞയച്ചത്. സന്ധ്യയായപ്പോ പറഞ്ഞയച്ചെന്ന്. അപ്പൊ 6 മണിയാണെങ്കിൽ 6 മുതൽ 9 വരെ 1 യാമോ, 9 മുതൽ 12 വരെ 2 യാമോ, 12 മുതൽ 3 വരെ 3 യാമോ. അതാണ് ഇവിടുത്തെ കണക്ക്. മനസ്സിലാവുന്നുണ്ടോ? ആ 3-ാം യാമം വരെ 9 മണിക്കൂർ ഇവർ തണ്ട് വലിക്കുകയാണ്. കാറ്റ് പ്രതികൂലമാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരത്ഭുതത്തിലും അമിതമായി സന്തോഷിക്കണ്ട. ഒരു വിടുതലിലും ഓവറായിട്ട് സന്തോഷിക്കണ്ട. അതിന്റെ പല അർത്ഥങ്ങളുണ്ട്, മീനിങ് ഉണ്ട്, അത് ഞാൻ പറയാം. ആമേൻ. ഒരു വിടുതലിലും മറന്ന് ദൈവത്തെ മറന്ന് സന്തോഷിക്കേണ്ട കാര്യമില്ല. ആമേൻ. അതാ ഒരാൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞാലും അധികം സന്തോഷിക്കണ്ട, താഴ്ത്തി പറഞ്ഞാലും അധികം അതിനും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ആ ഒരു നോർമൽ കണ്ടീഷനിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ വലിയ കുഴിയിലെങ്ങും പോയി വീഴത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത് അതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ
എവരീ യോഹന്നാൻ തണ്ട് വലിക്കുന്നു, പുള്ളി മാറിയിട്ട് നീ അങ്ങോട്ട് മാറടാ ഞാൻ വലിക്കാന്ന് പറഞ്ഞു കാണും പത്രോസ്. ഈ യോഹന്നാൻ വലിച്ചതിനേക്കാൾ പ്രയാസമായിരുന്നു പത്രോസ് വലിച്ചതിന്. പിടികിട്ടിയോ? പത്രോസ് പിന്നെ തോമസ് പറഞ്ഞു കാണും ഞാൻ വലിക്കുക, അച്ചാനിഞ്ഞ മാറാൻ പറഞ്ഞു കാണും. കാര്യം അച്ചാൻ ഒരു അറ്റാക്ക് വന്നതില്ലയോ, അതുകൊണ്ട് അച്ചാനിഞ്ഞ മാറ്, ഞാൻ വലിക്കാമെന്ന് പറഞ്ഞു കാണും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അറ്റാക്ക് ഉള്ളവൻ വലിച്ചിട്ടും അറ്റാക്ക് ഇല്ലാത്തവൻ വലിച്ചിട്ടും പ്രായം കുറഞ്ഞവൻ വലിച്ചിട്ടും പ്രായം കൂടിയവൻ വലിച്ചിട്ടും കാറ്റടങ്ങുന്നതുമില്ല, പടക അങ്ങ് ചെല്ലുന്നതുമില്ല. ചിലർ ഇതുപോലെ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രം. കാരണം ഇവിടെ എവരെ ദൈവം ഒരു ട്രെയിനിങ്ങിന് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. കർത്താവ് ഒരു ട്രെയിനിങ്ങിന് വിട്ടിരിക്കുകയാണ്. കർത്താവ് ഇക്കരെയാണ്, ഇവര് കടലിലുമാണ്. ഈ അവസ്ഥയിലാണ് ചില ആളുകൾ ഇപ്പൊ. ഇന്നലെ വരെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സന്ധ്യ വരെ ഇന്നലെ വരെ എന്നല്ല, സന്ധ്യ വരെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ 3 നാളായി ഈ ജനം എന്നോട് കൂടി ഇരിക്കുന്നതല്ലേ. 3 ദിവസത്തെ ഭയങ്കര പ്രസംഗം, ടീച്ചിങ്. യേശു ക്രിസ്തുവിന്റെ ടീച്ചിങ് പോലെ ശക്തിയുള്ള ടീച്ചിങ് ലോകത്തിൽ വേറെയില്ല. അത് 3 ദിവസം കേട്ടതാ. നമ്മളാണെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 1.5 ദിവസം ചിലരെത്തും, ചിലർ അര ദിവസം എത്തും, ചിലർ 1 ദിവസം എത്തും, ചിലർ 3 ദിവസവും എത്തും. എവരേതായാലും 3 ദിവസവും ഫുൾ ടൈം ഇവരുണ്ട്. കാര്യം എല്ലാം വിട്ടിറങ്ങിയവരാ. വള്ളവും പടവും എല്ലാം വിട്ടിറങ്ങിയതാണ്, പ്രത്യേക ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഒരു 3 ദിവസമുണ്ട്. പക്ഷെ ഈ 3 ദിവസം കേട്ട പ്രസംഗം ഒന്നും എറിച്ചില്ല, എഫക്റ്റ് ആയില്ല. ശ്രദ്ധിക്കണേ, 3 ദിവസവും കേട്ട പ്രസംഗം എന്ത് ചെയ്തില്ല? എറിച്ചില്ല. എവിടെ എറിച്ചില്ല? ഈ കാറ്റ് പ്രതികൂലമായപ്പോ എറിച്ചില്ല. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. കാറ്റ് പ്രതികൂലമായപ്പോ എറിച്ചില്ല. പള്ളി പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ചെന്നപ്പോ പോരാട്ടം വന്നപ്പോ എറിക്കുന്നില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൂതൊക്കെ കേട്ടതാണ്, പക്ഷെ പോരാട്ടം വന്നപ്പം, രോഗത്തിന്റെ പോരാട്ടം വന്നപ്പോ, പണത്തിന്റെ ഞെരുക്കം വന്നപ്പോ, മറ്റേ അവൻ അവിടെ നിന്ന് നമുക്കെതിരെ ദുർവർത്തമാനം ഫോൺ വിളിച്ച് പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തിയപ്പോൾ, നമ്മൾ ശരിയല്ലെന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നപ്പോൾ, ഇപ്പൊ നമുക്ക് ആ ടീച്ചിങ്ങിനകത്തൊന്നും ബലപ്പെട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആടുക. ഇത് ദൂതാ കേട്ടോ, വളരെ ശ്രദ്ധയുള്ള ദൂതാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. പ്രസംഗത്തിന് പോകുന്നതും പ്രസംഗം കേൾക്കുന്നതും ഉപവാസത്തിനിരിക്കുന്നതും സഭായോഗത്തിലെ പ്രസംഗം കേൾക്കുന്നതും യൂട്യൂബിലെ പ്രസംഗം കേൾക്കുന്നതും ഒക്കെ നല്ലതാ. പക്ഷേ ഈ സാധനം കേട്ടത് ഗ്രഹിച്ചത് നിന്റെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആപ്ലിക്കബിൾ ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പ്രതിസന്ധിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കേൾക്കുന്ന വചനം ആപ്ലിക്കബിൾ ആക്കിയില്ലെങ്കിൽ ഈ വചനം കൊണ്ട് പ്രയോജനമില്ല. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അതാണ്. 3 ദിവസത്തെ പ്രസംഗവും പിന്നെ ഏറ്റവും ഒടുവിലത്തെ അത്ഭുതവും എവരുടെ കണ്ണുകൊണ്ടും എവരുടെ കൈ കൊണ്ടും എവരുടെ കാലുകൊണ്ടും എന്താ അങ്ങനൊക്കെ പറയാൻ കാര്യം ഈ അപ്പം തപ്പാൻ നടന്നത് കാലുകൊണ്ടാണ്, അപ്പം വിളമ്പിയത് കൈകൊണ്ടാ, അപ്പം വാങ്ങിച്ചത് കൈകൊണ്ടാ, അപ്പം തിന്നത് വാ കൊണ്ടാ. ഹലോ, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ അപ്പം എന്ന് പറയുന്ന സാധനം സകല മണ്ഡലങ്ങളിലും ഇടപഴകി ഇവര് കണ്ടതും കേട്ടതുമായ സംഗതികളാണ്. പക്ഷേ വിഷയത്തിന് നേരെ പോരാട്ടം വന്നപ്പോ, പ്രതികൂലത്തിന്റെ കാറ്റടിച്ചപ്പോൾ ഇവര് ഈ അപ്പത്തിന്റെ സംഗതി അങ്ങ് മറന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് നമ്മുടെ കുറിവാക്ക്. ഈ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ലെന്ന് പറയുന്ന വിഷയം ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? ഇതിനകത്തിലെ സാരാംശം എന്താണ്? അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ടെന്നാണ്. ഹൃദയം കടുക്കാൻ കാര്യം എന്താണ്?
ഹൃദയം കടുക്കാൻ കാരണം എന്താണ്? ഹൃദയം കടുക്കാനുള്ള കാരണം വചനം ആഴത്തിൽ വേരൂന്നി ഇറങ്ങി ഹൃദയത്തിൽ വസിക്കാനുള്ള ഇടം കൊടുത്തില്ല. വചനമുണ്ടെങ്കിൽ ജീവനുണ്ട്, വചനമുണ്ടെങ്കിൽ ദൈവമുണ്ട്. മനസ്സിലാവുന്നു? വചനം ദൈവമാണല്ലോ. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ വചനം ജീവനാണ്. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ. അപ്പൊ വചനം ജീവനാണ്. വചനം ആരാണ്? വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ആരാണ്? വചനം ദൈവമാണ്. വചനം എന്ത് ചെയ്യും? വചനം ക്രിയേറ്റ് ചെയ്യും. ലോഗോസ് ലോഗോസ് ആണ് വചനം. അതെന്ത് ചെയ്യും? സൃഷ്ടിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചത് വചനത്താലാണ്. അപ്പൊ വചനം അകത്ത് വേരൂന്നി ഇറങ്ങിയില്ല. അത് യേശു തന്നെ ഉപമ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത്, ഇനി ഞങ്ങളുടെ സമയം പ്രസംഗിച്ചതുമാണ്. അവർക്കുള്ളിൽ വേരില്ലായകയാൽ ആമേൻ സ്തോത്രം, അത് ക്ഷണത്തിൽ വാടിപ്പോകും. പറവജാതി വന്ന് കുത്തിക്കളയുന്നു. സാത്താൻ വന്ന് കുത്തിക്കളയും. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും ഉള്ളിൽ കടന്ന് ഫലം കൊടുക്കാതെ ഞെരുക്കുന്നു. 3 ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറയുന്നത്. മറ്റവർക്ക് ഒന്നും ഗ്രഹിക്കുന്നില്ലല്ലോ. മർത്തോമാക്കാരനും യാക്കോബക്കാരനും CSIക്കാരനും ഒന്നും ഗ്രഹിക്കുന്നില്ല. ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുന്ന പോലെ. പക്ഷെ നമ്മുടെ കണ്ണ് തുറന്നതാ. നമ്മൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതാ. നമ്മൾ അവന്റെ കൽപ്പനയെ അനുസരിച്ചതാ. നമ്മുടെ ഹൃദയത്തിനകത്താണ് ഇത് ജീവനായി, ദൈവമായി, ശക്തിയായി, ക്രിയേഷനായി രൂപാന്തരപ്പെട്ട് ബലപ്രാപിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് സംഭവിക്കുന്നില്ല. ആമേൻ. ഈ എബ്രായ ലേഖനം പറയുന്നൊരു പ്രയോഗമുണ്ട്. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് അവർക്കത് ഉപകാരമായി വന്നില്ല. അപ്പൊ ഇതെന്തായി പരിണമിക്കണം? വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടെ, ഇന്ന് രാത്രിയിലും എന്തായിട്ടത് മാറണം? വിശ്വാസമായി പരിണമിക്കണം. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ പിടിച്ചു നിൽപ്പിന്, അതിജീവനത്തിന്, പ്രതികൂലത്തിന്റെ നടുവിലുള്ള മുന്നേറ്റത്തിന്, പോരാട്ടങ്ങളിൽ നമുക്ക് ജയമെടുക്കേണ്ടതിന് നമുക്കുണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഘടകമാണ് വചനം വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കുക. ആമേൻ. അപ്പോൾ തന്നെ നമ്മളെ കണ്ട ഈ അപ്പത്തിന്റെ വിടുതൽ ഇവര് മറക്കാൻ പാടില്ല. അപ്പൊ വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. പല റീസൺ ഞാൻ പറയാം. അപ്പൊ വിശ്വാസം ശരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടും. ഫറവോന്റെ ഹൃദയം, ഞാൻ ഈ വചനം ഒരു ആപ്പിലൊന്ന് അടിച്ചു നോക്കിയാൽ, അപ്പൊ അതിനകത്ത് 2 കാര്യമാണ് പറഞ്ഞേക്കും. ഒന്ന്, ഫറവോന്റെ കാഠിന്യം, ഹൃദയത്തിന്റെ കാഠിന്യം. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അതാണ്. ദൂതന്റെ തന്നെയാണ്, ആത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂതാണ്. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റഡി ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്റ്റഡി നോക്കിയപ്പോഴ് 2 കാര്യമാണ്. ഒന്ന്, ഫറവോന്റെ കാഠിന്യമാണ്. ഈ മോശ പറഞ്ഞത് വല്ലതും ഫറവോൻ വിശ്വസിച്ചോ? പറ. മോശ പറഞ്ഞത് ആർക്ക് പറയാനുള്ളതാ? ദൈവത്തിന് പറയാനുള്ള, ദൈവത്തിന്റെ ശക്തമായ വചനമാണ്. ആര് പറഞ്ഞത്? മോശ പറഞ്ഞത്. അപ്പൊ മോശ പറഞ്ഞ ഈ ദൂതൊന്നും ആര് വിശ്വസിച്ചില്ല? ഫറവോൻ വിശ്വസിച്ചില്ല. അവസാനം എന്ത് പറ്റി? ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അപ്പൊ നമ്മൾ വചനം ശരിക്കും വിശ്വസിക്കാതെ വന്നാൽ, ദൈവത്തിന്റെ ദൂത് നമ്മൾ വിശ്വസിക്കാതെ വന്നാൽ, വാഗ്ദത്തം നമ്മൾ വിശ്വസിക്കാതെ വന്നാൽ, അത്ഭുതങ്ങൾ, ദൈവീക അത്ഭുതങ്ങൾ നമ്മൾ വിശ്വസിക്കാതെ വന്നാൽ, പിന്നെ സംഭവിക്കുന്ന കാര്യം ഹൃദയം കഠിനപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞാട്ടെ. ഇത് ഇച്ചിരി കട്ടിയാണ്, തിയോളജിയും കൂടി ഇതിനകത്തുണ്ട്. നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. ഇനി അത് മാത്രമല്ല, വിശ്വാസം വ്യാപരിച്ചില്ല. നമുക്കറിയാം, അത്തി ഉണങ്ങിയിട്ട് വിശ്വാസം പഠിച്ചില്ല ശിഷ്യന്മാര്.
ലാസറിനെ മരിക്കാൻ അനുവദിച്ചിട്ടും മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റിട്ടും ശിഷ്യന്മാര് വിശ്വാസം പഠിച്ചില്ല. പിന്നെ വള്ളം നിറച്ച മീൻ ആദ്യം കൊടുത്തിട്ട് വിശ്വാസം പഠിച്ചില്ല. യായറൂസിന്റെ മകളെയും ഉയർപ്പിച്ചിട്ട് വിശ്വാസം പഠിച്ചില്ല. ഇവർക്ക് വിശ്വാസം വന്നില്ല. ഈ യഹൂദൻ എന്ന് പറയുന്ന സൈസ് ജാതി വേണ്ടതുപോലെ വിശ്വസിക്കാത്ത വർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ദൈവം അവരെ 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മെനക്കേടായിപ്പോയി ആ ജനത്തെ ഇങ്ങനെ വീണ്ടെടുത്തു കൊണ്ടുവന്നത്. പിന്നെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവം അങ്ങ് വഹിച്ചതാണ്. അതിന്റെ വേറൊരു ധ്വനി അതാണ്. മനസ്സിലാവുന്നേ പറഞ്ഞു വരുന്നേ? ആമേൻ. അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞത്, ഞാനവരെ കൊന്നുകളയും, നിന്നെ ഞാൻ വലിയ ജാതിയാക്കാം, എന്നെ വിടാന്ന് പറഞ്ഞു. മോശ പറഞ്ഞ് അങ്ങനെ വിടാൻ പറ്റത്തില്ല, നീയാ കൊണ്ടുവന്നത്, ജനം നിന്റേതാണ്, നീ അവരെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞാൽ നാട്ടുകാർ വല്ലതും പറയും, ഫറവോനും ഈജിപ്തുകാരും വല്ലതും പറയും, അതുകൊണ്ട് കൊല്ലരുത്. ആ ഒറ്റ മധ്യസ്ഥതയിലാണ് ജനത്തെ ദൈവം ഒറ്റയടിക്ക് കൊല്ലാതിരുന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം, ഒന്നപ്പോ ഇവരുടെ അവിശ്വാസം വെളിപ്പെട്ടപ്പോൾ ഹൃദയം കഠിനപ്പെട്ടു. 3, ഈ പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ 25 കൂടെ ഞാനൊന്ന് നോക്കട്ടെ, പറഞ്ഞ വല്ല ദൂതും നിറവേറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പുസ്തകം മാട്ടെ വെച്ചിട്ട് എന്റെ വഴിക്കങ്ങ് പോവും. പിടികിട്ടിയോ? ഈ 25 കൂടെ ഞാൻ നോക്കട്ടെ, ദൈവം പറഞ്ഞ 3 പ്രവാചകന്മാര് പറഞ്ഞതാണ്, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഇനി ഏതായാലും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഇല്ലെങ്കിൽ പുസ്തകം ഞാൻ മാട്ടെ വെച്ചിട്ട് അങ്ങ് പോവും എന്ന് പറയുന്ന പോലെ. അപ്പോ ഇത് പ്രതികൂലങ്ങളിൽ കാത്തിരുന്ന് വിടുതൽ പ്രാപിക്കാനുള്ള സഹിഷ്ണുതയില്ലാതെ വരുമ്പോൾ, പോരാട്ടങ്ങളെ പെട്ടെന്ന് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ ഹൃദയം കഠിനപ്പെടും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്പർ 1, കേൾക്കുന്ന വചനം ആഴത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഹൃദയം കഠിനപ്പെടും. 2, കണ്ട അത്ഭുതം ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഇവിടെ അപ്പം വർദ്ധിപ്പിച്ചു, വിളമ്പി, തിന്നു, ഇതെല്ലാം കഴിഞ്ഞതാണ്, എന്നിട്ട് വിശ്വാസം വർദ്ധിക്കാതെ വന്നാൽ ഹൃദയം കഠിനപ്പെടും. 3, ഇപ്പോൾ തണ്ടു വലിച്ച് കുഴയുന്ന, അക്കരെ പോകാൻ തീരമെടുക്കാൻ കഴിയാതെ വന്ന വിഷയം. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം ഏതാണോ അത് ആ വിഷയത്തിന് വിടുതലില്ലാതെ വരുമ്പോൾ ഹൃദയം കഠിനപ്പെടും. 3 മനസ്സിലാവുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കേൾക്കുമ്പോ അത്ര സുഖം കാണത്തില്ല, പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? യാഥാർത്ഥ്യം ഇതാണ്. അപ്പോ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഇന്ന് കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ആഴമായി വിശ്വസിക്കണം. ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെങ്കിൽ ആ അത്ഭുതം ആഴത്തിൽ വിശ്വസിക്കണം. മുൻകാലങ്ങളിൽ ദൈവം നിങ്ങൾ ഭാരപ്പെട്ട, അപ്പമില്ലാത്ത, വീടില്ലാത്ത, കാറില്ലാത്ത, ജോലിയില്ലാത്ത, നന്മയില്ലാത്ത, യാത്രയില്ലാത്ത, ശുശ്രൂഷയില്ലാത്ത, വഴികളില്ലാത്ത ആ കാലത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെങ്കിൽ അതേ ദൈവം ഇന്നത്തെ എൻ്റെ വിഷയത്തിനും പരിഹാരം തരാൻ ശക്തനാണെന്ന് വിശ്വസിച്ചാലേ ഇപ്പോഴത്തെ ഹൃദയകാഠിന്യം മാറി ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ തണ്ടുവലിച്ച് ഞാൻ അങ്ങ് അക്കരെ എത്തുമെന്ന് വിശ്വസിക്കാനും, ഈ കാറ്റ് നിലനിൽക്കത്തില്ല, ഈ കാറ്റെന്റെ കാൽക്കീഴയാകും, ഈ കാറ്റെന്റെ പടക് മുക്കത്തില്ല, ഈ കാറ്റ് എന്നെ തടസ്സപ്പെടുത്തത്തില്ല, ഇതിനെ ഞാൻ അതിജീവിക്കും, ഈ പോരാട്ടം, ഈ രോഗം, ഈ ബന്ധനം, ഈ പ്രതിസന്ധി ഞാൻ അതിജീവിക്കുമെന്ന് പറയണമെങ്കിൽ 1 ഇന്നലകളിൽ
ഇന്നുകളിൽ ദൈവം ചില അത്ഭുതം ചെയ്തത് വിശ്വസിക്കണം. വചനം വാഗ്ദത്തം പറഞ്ഞതും കേട്ടതും ആഴത്തിൽ വിശ്വസിക്കണം. 3, ഇപ്പോഴത്തെ പ്രതിസന്ധികളെ വലുതായി കാണരുത്. 9 മണിക്കൂറത്തെ പ്രശ്നം സ്തോത്രം അവരുടെ ഹൃദയത്തെ കടുപ്പമാക്കി. ശ്രദ്ധിക്ക്, ഒരു പകൽ 12 മണിക്കൂറാണ്. ഒരു രാത്രി നമുക്കറിയാം 12 മണിക്കൂറാണ്. അതിന്റെ 45% ടൈം അവരുടെ സ്വസ്ഥത കെടുത്തിയപ്പോൾ അവർ ഹൃദയകാഠിന്യമുള്ളവരായി മാറി. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ വെറുതെ പറയല്ല, വചനം പറയുന്നു, അവരുടെ ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഇനി അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചാൽ എന്താ ഗുണം? അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചാൽ എന്താ ഗുണം? അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചാൽ ഇങ്ങനെ പറയും, അയ്യോ നമ്മുടെ കയ്യിൽ അപ്പമില്ലായിരുന്നേ. ആമേൻ. അയ്യോ ആമേൻ സ്വത്രം, നമ്മുടെ കയ്യിൽ പണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നേ. അയ്യോ നമ്മൾ തപ്പി നടന്നപ്പോ ആ 5 അപ്പമേ ഉള്ളായിരുന്നേ. അയ്യോ ആ 5 അപ്പം അവൻ തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ അത് വരത്തില്ലായിരുന്നല്ലോ. അയ്യോ ആ 5 അപ്പം യേശുവിന്റെ കയ്യിൽ കൊടുത്ത് യേശു നുറുക്കിയില്ലായിരുന്നെങ്കിൽ അത് ആമേ 5000 പേര് തിന്നത്തില്ലായിരുന്നല്ലോ. അയ്യോ ആ നുറുക്കിയ അപ്പം അവര് തിന്നിട്ട് 12 കൊട്ട നമ്മള് ആമേ നിറച്ചെടുത്തല്ലോ. എന്തോ ഒരു അത്ഭുതമാണ് ഈ അപ്പത്തിന്റെ അത്ഭുതം. അങ്ങനെയാണെങ്കിൽ ഈ കാറ്റ് എനിക്കൊരു വിഷയമല്ല. തൊട്ടു മുമ്പേ ഞാൻ കണ്ട അത്ഭുതത്തെക്കാൾ ചെറുതാണ് ഈ കാറ്റ്. തൊട്ടു മുമ്പേ ഞാൻ കേട്ട പ്രസംഗത്തിന്റെ ആമേ ശക്തിയേക്കാൾ ചെറുതാണ് ഈ പ്രശ്നം, ഈ രോഗം എന്ന് വിശ്വസിച്ച് അപ്പത്തിന്റെ സംഗതി ആഴത്തിൽ ഗ്രഹിച്ചിട്ട് ഈ കാറ്റിനെ അടിച്ച് ഇവര് വിശ്വാസത്താൽ താഴെയിടണമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ കാറ്റ് എങ്ങനെ താഴെ വീഴണം? വിശ്വാസം കൊണ്ട്, അധരം കൊണ്ട്, ഹൃദയം കൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മുമ്പിലത്തെ അത്ഭുതങ്ങളുമായി കമ്പയർ ചെയ്ത്, ഇപ്പോഴത്തെ പ്രതിസന്ധിയെ നീ ഇന്നലെ കേട്ട വചനങ്ങളുമായി കമ്പയർ ചെയ്ത് നിനക്ക് ചുരുട്ടാൻ കഴിയണം, ഒതുക്കാൻ കഴിയണം, അതിനെ ചെറുതായി കാണാൻ കഴിയണം, അതിനെ കാൽക്കീഴിലാക്കാൻ കഴിയണം. അങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് ആമേ കാറ്റ് വലുതായി തോന്നുന്നതും നിന്റെ ഹൃദയം കഠിനപ്പെടുന്നതും ഇന്നലത്തെ അത്ഭുതങ്ങൾ നിനക്കൊന്നുമില്ലാതെ തോന്നുന്നതും. ദൂരെ മനസ്സിലായവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ, സ്തോത്രം. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇനി ഒരു കാര്യം കൂടെ ഞാൻ തെളിവായിട്ട് പറഞ്ഞിട്ട് ദൂത് അവസാനിപ്പിക്കാം. നമ്മൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾ ഭാരപ്പെട്ട ഒരു വിഷയത്തിന് ഒരത്ഭുതം ചെയ്തെങ്കിൽ ആ അത്ഭുതം ആ വിഷയത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ദൂത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഭാരപ്പെട്ട ആ വിഷയത്തിൽ ദൈവം ഒരിക്കൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ ആ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി അന്നത്തേക്ക് മാത്രമല്ല ദൈവം അത്ഭുതം ചെയ്തത്, ഇനി ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ പ്രതിസന്ധികളിലും ആ അത്ഭുതം നിങ്ങളുടെ അകത്ത് നിറഞ്ഞ് ഇപ്പോഴത്തെ പ്രതിസന്ധികളെ അതിന്റെ മുകളിൽ നിന്ന് കണ്ട് കൈകാര്യം ചെയ്യാനുള്ള മെന്റൽ പവർ നിങ്ങൾക്കുണ്ടാകാൻ, സ്പിരിച്വൽ പവർ നിങ്ങൾക്കുണ്ടാകാൻ, സ്തോത്രം, വിശ്വാസത്തിന്റെ ശക്തി നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ദൈവാത്ഭുതം ചെയ്തത്. ഇങ്ങനെ വിശ്വാസമുള്ളവരൊന്നും പ്രതിസന്ധിയുടെ മുമ്പിൽ ആടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സാമ്പത്തിക ഞെരുക്കത്തിന്റെ മുമ്പിൽ ആടത്തില്ല. വിഷയമുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവന് ദൈവത്തിലും വചനത്തിലും വാഗ്ദത്തത്തിലും ഒക്കെ ഉള്ള ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടാകും. ഇത് വിശ്വാസ ജീവിതം തന്നെ ആണല്ലോ. അപ്പൊ ഒരു വിശ്വാസം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂത്, ഇപ്പോ നിന്നെ അലട്ടുന്ന പ്രശ്നം ഇന്നലെ ദൈവം ചെയ്ത അത്ഭുതങ്ങളാൽ നീ കീഴടക്കണം. അല്ലാതെ പുതിയ പ്രവാചകനെ വിളിച്ച് ഒരു ദൂതൂടെ കേട്ടെന്ന് കരുതി നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരത്തില്ല. ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച വിഷയം കൊണ്ട്, അത്ഭുതം കൊണ്ട്, ആമേൻ, ഇപ്പോഴത്തെ പ്രതിസന്ധിയെ ആമേൻ നീ ജയിക്കണം. അന്ന് നിനക്ക് ഉള്ളിൽ പാർന്നൊരു വിശ്വാസം കൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പുതിയ ദൂത് കേട്ടാൽ വരാനുള്ളവനും പറയുന്നത് അത് തന്നെയായിരിക്കും. 2016 നിനക്ക് വിടുതലാന്ന് പറയും. മനസ്സിലായൊരു സ്വത്രം പറഞ്ഞാൽ, ഞാൻ പ്രവാചകനാണ്, ഞാൻ പ്രവാചകന്മാരെ കുറ്റം പറയല്ല. പ്രവചനം ശരിയാണ്. പക്ഷേ അതിന്റെ പ്രായോഗിക വശം ഞാൻ പറയുകയാണ്. വല്ലതും നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ നടന്നതും കൂടെ മുതൽക്കൂട്ടായിട്ട് ആഴത്തിൽ വിശ്വസിച്ചോണം. ഇനി ഞാനൊരു കാര്യം പറയാം, മനസ്സിലാകാൻ പറയാം. നമ്മൾ ഈ ഗൾഫിലോ അമേരിക്കയിലോ UK-ലോ ഒക്കെ പോകുമ്പം ജോലിക്ക് ചെല്ലുമ്പോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കും. ചോദിക്കുമോ? ചോദിക്കത്തില്ലേ? അളിയന്റെ കമ്പനി ആയിരിക്കണം, അല്ലെ അപ്പന്റെ കമ്പനി ആയിരിക്കണം. അങ്ങനെ എക്സ്പീരിയൻസ്. ഇപ്പൊ അപ്പനും അളിയനും ഒന്നും അവിടെ ഇല്ലല്ലോ കമ്പനിയില്. അതുകൊണ്ട് ഇല്ലാത്തടത്തോളം കാലം അവൻ എക്സ്പീരിയൻസ് ചോദിക്കും. ഈ എക്സ്പീരിയൻസ് ചോദിക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? യവനെ പണി അറിയാമോന്നാ ചോദിക്കുന്നതിനർത്ഥം. ഇന്നലത്തെ പണി, പ്രതികൂലത്തിലെ ആ കമ്പനിയിലെ പണി, പ്രോജക്റ്റ് അവൻ എങ്ങനെ ചെയ്തെന്നുള്ളതാണ്, സോൾവ് ചെയ്യുന്നുള്ളതാണ്, ആ പണി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. പിടികിട്ടിയോ? ഇത് തന്നെയാണ് ദാവീദിനോട് ശൗരി കുറിച്ച് നിനക്ക് വല്ല പരിചയം വല്ലതും ഉണ്ടോ, എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? മുമ്പ് ഗോലിയാത്തുമാരെ വല്ലതും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ ഗോലിയാത്തുമാരെ ഒന്നും കൊന്നിട്ടില്ല, ഞാൻ കരടിയെയും സിംഹത്തെയും കൊന്നിട്ടുണ്ട്, അവനേക്കാ വലുതല്ല യവൻ എന്ന് പറഞ്ഞിട്ടാണ്, ആ ബേസിലാണ് അവൻ ഗോലിയാത്തിനെ തകർത്തത്. ഇതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. ഇനി ഒരു അതിനോടുകൂടെ ഞാൻ പറയാം. പിന്നെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് അത് കിടക്കുന്നത്. അവിടെ യോർദാൻ വറ്റിയപ്പോ ദൈവം യോശുവ അവരോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിലാണ്. യോശുവ പറഞ്ഞതെന്തെന്നാൽ, 9 ചേർത്ത് വായിക്കാം. യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീരെന്ന് പറഞ്ഞു. 10-ാം വാക്യം യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അതുണ്ടെന്ന് ഇവര് കണ്ടല്ലോ. അതുണ്ടെന്ന് ഇവര് കണ്ടു. കാരണം അഗ്നിമേഘസ്തംഭമായി ദൈവം അവരുടെ മുമ്പിൽ നടക്കുകയാണ്. സ്തോത്രം. അവരോട് വാക്ക് പറഞ്ഞു, ആവർത്തനം 9:1 ദഹിപ്പിക്കുന്ന അഗ്നിയായി ഞാൻ നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പാകെ കടന്നു പോകുന്നു, അവരോട് പറഞ്ഞതാണ്. അപ്പൊ ഓൾറെഡി വാഗ്ദത്തം ഉണ്ട്, അവര് ആ പ്രവൃത്തി കണ്ടുവരികയാണ്. അപ്പോ 10-ാം വാക്യം, ആ 7 ജാതിക്കാരുടെ പേര് അത് ഞാൻ വായിക്കുന്നില്ല. അമോര്യർ, ഇബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതിനാൽ അറിയും എന്ന് പറഞ്ഞാൽ, യോർദാൻ വറ്റിയാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. യോർദാൻ വറ്റിയെന്നല്ല നിങ്ങൾ അറിയേണ്ടത്. ഹലോ, ശ്രദ്ധിച്ചാട്ടെ. യോർദാൻ വറ്റുമ്പോൾ, യോർദാൻ വറ്റിയെന്നല്ല നിങ്ങൾ അറിയേണ്ടത്. യോർദാൻ വറ്റുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിൽ തടസ്സമായി തരത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ ഞാൻ നീക്കുമെന്നുള്ളതാണ്. അവര് നീങ്ങിയാൽ അത് നിങ്ങൾക്ക് അവകാശമായി കിട്ടുമെന്നുള്ളതാണ്. പിടികിട്ടിയോ? ഇവര് പോകുന്ന എന്തിനാ? ഇവര് പോകുന്ന ആത്യന്തികമായ ലക്ഷ്യം കനാൻ നാട് അവകാശമാക്കാനാ. വാഗ്ദത്ത നാട്ടിലേക്ക് പോവാണ് ഇവര്. അപ്പൊ അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തെ കുറിച്ച് ആദ്യത്തെ അത്ഭുതമായ യോർദാൻ കടക്കുമ്പോൾ തന്നെ, വറ്റുമ്പോൾ തന്നെ അങ്ങേ അറ്റത്തെ വിടുതൽ ഇവർ കണ്ടോണമെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് അത്ര പേർക്ക് തോത് മനസ്സിലായി? ആമേ. നമ്മുടെ പ്രശ്നം എന്നാന്നറിയാമോ? ഇന്നൊരു പ്രതിസന്ധി വന്നു, ആമേ, ഇന്നത് പരിഹരിച്ചു, ഇന്നത്തേടം കൊണ്ട് എൻ്റെ വിശ്വാസം തീർന്നു. ഇന്നൊരു പോരാട്ടം വന്നു, അതിന്റെ മേലൊരു ജയം തന്നു. ആമേ. കർത്താവേ, സ്വോത്രം.
ഇന്നത്തെ രാത്രി കൊണ്ട് അത് തീർന്നു. നാളെ ഒരു പ്രശ്നം വരുന്നു, ഞാൻ നാളെ രാവിലെയും പിന്നെ ആദിക്കിങ്ങ് തീയിടും. സ്തോത്രം. മനസ്സിലായൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാ ദിവസവും പ്രശ്നമാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, ഞാൻ ചെയ്ത ഒരത്ഭുതം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ അങ്ങേ അറ്റത്തെ വിടുതലായ വാഗ്ദത്ത ഭൂമി തരുമെന്നുള്ളതിന്റെ ഉറപ്പാണ് യോർദാൻ വറ്റിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇന്നലകളിൽ നിങ്ങൾ ഭാരപ്പെട്ട, നിങ്ങൾ പ്രതിസന്ധിയിലായ സാമ്പത്തിക വിഷയമോ, വ്യക്തികൾ വിരോധമായി മാറിയതോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതോ, നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസറോ ട്യൂമറോ ആമേ വന്നതോ, ആമേൻ സ്തോത്രം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പല നീങ്ങത്തില്ലെന്ന് വിചാരിച്ച വിഷയത്തിന് നീക്കം വന്നത് ഒരു അത്ഭുതമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ, അതിന്റെ വിശ്വാസം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ അതിനെ തട്ടിക്കുടഞ്ഞെടുക്കണം. അല്ലാതെ പുതിയ പ്രവാചകനെ വിളിച്ച് പുതിയ ദൂത് കേൾക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറ്റേതിന്റെ വിശ്വാസം, അത്ഭുതത്തിന്റെ വിശ്വാസം, കേട്ട ദൂതിന്റെ വിശ്വാസം, ആമേൻ ആമേൻ, ആണ് ഇപ്പോൾ വ്യാപരിക്കേണ്ടത്. ഒരിക്കലും വെളിപ്പെടാത്തൊരു ദൂതിന് വേണ്ടി അല്ല, വെളിപ്പെട്ട ദൂതുകൾ, കേട്ട പ്രവചന ദൂതുകൾ, കണ്ട സ്വപ്നങ്ങൾ, കേട്ട വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടാതെ കിടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുതിയ ദൈവദാസം വന്നോട്ടെ, പുതിയ ദൂതുകൾ പറഞ്ഞോട്ടെ, അതുണ്ട്. പക്ഷെ കേട്ട ദൂതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധി അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ പ്രതിസന്ധി 9 മണിക്കൂറിന് മുമ്പ് ഇവര് കണ്ട അത്ഭുതം, 12 മണിക്കൂറിന് മുമ്പ് ഇവര് കേട്ട പ്രസംഗം, ഹലോ, അത് ഇവര് വളരെ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇപ്പമില്ലാത്ത അവസ്ഥ. പണം ഉണ്ട്, പക്ഷെ പ്രയോജനമില്ല. എന്നാൽ തപ്പി നോക്കി, ബാലന്റെ കയ്യിൽ 5 അപ്പം, അത് ശിഷ്യന്മാരുടെ കയ്യിലിരിക്കുന്നു, അവരുടെ കയ്യിലിരിക്കുന്ന അപ്പം, അത് യേശുവിന്റെ കയ്യിലിരിക്കുന്ന അപ്പം, അത് വാഴ്ത്തി നുറുക്കി വീണ്ടും ജനത്തിന് ഇവരാണ് വിളമ്പുന്നത്. ഇവര് മാറി തിരിഞ്ഞും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം. ഏറ്റവും ഒടുവിൽ തിന്ന് തൃപ്തരായ ശേഷം വീണ്ടും എവരുടെ കയ്യിൽ അപ്പം വന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവര് തണ്ട് വലിച്ചു കുഴിയുകയാണ്. ഇന്നലെ അത്ഭുതം കണ്ടവനെ, വിടുതൽ അനുഭവിച്ചവനെ, പ്രാർത്ഥിച്ച വിഷയത്തിന് പരിഹാരം കണ്ട വ്യക്തിയെ, രോഗശാന്തി അനുഭവിച്ച വ്യക്തിയെ, ഭൂതശാന്തി കണ്ട വ്യക്തിയെ, സാമ്പത്തികമായ വിടുതലുകളും വഴികളും നന്മകളും കണ്ട വ്യക്തിയെ, ഉടപാല രഗതല വൈഡജാല ഘടക, ഇപ്പോൾ നീ ചില പ്രതിസന്ധികളിൽ നിന്ന് കറങ്ങുമ്പോൾ ആത്മാവിന് നിന്നോട് പറയാനുള്ളത്, 1, നീ കേട്ട വചനം വിശ്വസിക്കുക. 2, നീ കണ്ട അത്ഭുതം വിശ്വസിക്കുക. 3, സ്തോത്രം, നിന്റെ കയ്യിലൂടെ നടന്ന വിളമ്പിയ ചുമന്ന അപ്പം, വിളമ്പിയ അപ്പം, അതിന്റെ ആഴം, അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ തയ്യാറാകും. നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് മാറ്റാൻ തയ്യാറാകും. വിശ്വാസത്തിന്റെ വചനം, അത്ഭുതത്തിന്റെ ശക്തി ഹൃദയത്തിനകത്ത് ഏറ്റെടുക്കാൻ തയ്യാറാകും. യേശുവിന്റെ നാമത്തിൽ ചില ഹൃദയത്തെ കഠിനപ്പെടുത്തി വേണ്ടതുപോലെ വചനം വിശ്വസിക്കാൻ കഴിയാതെ, ദൂതുകൾ വിശ്വസിക്കാൻ കഴിയാതെ, അത്ഭുതങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ, ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് വലയുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ആഴത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് ഒന്ന് കരം തട്ടി അന്യവാഴ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചാട്ട് ഒരുമിച്ച് ഘടക ജബല രഗതന വൈഡക ശമ്പന രഗച്ചകസ്യ ഉടകബല രാജ രാജലക്കടകട്ടി ആമൽക്കടകമ്പര തുലക്കടുമട്ടു മാരമുത്തല മുട്ടിമുഞ്ചൻ ചത്തിഘട്ടം മെച്ചിതേരം യക്ഷകഞ്ചം അച്ചുരാജം അസ്തുലഞ്ചി അട്ടിക്കമല അടകംപരം പതനഘട്ടകം അമ്പർജരം അതാപട്ടം ആദിവട്ടം വേദഘട്ടം വലഞ്ചുരം ജുടുക മനതകന ശിഖന്ധര, എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാണ്. ഇപ്പോഴത്തെ നിന്റെ പ്രശ്നത്തെ ജയിക്കാൻ ഇന്നലത്തെ അത്ഭുതം ഓർക്ക്, ഇന്നലത്തെ ദൂതകൾ ഓർക്ക്,
ഇന്നലത്തെ ഉടവരജഗതരാജന ദൈവപ്രവൃത്തി ഓർക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തത്, നിനക്ക് വേണ്ടി ചെയ്തത്, നിന്റെ രോഗ വിഷയത്തിന്റെ നടുവിൽ ചെയ്തത്, സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ചെയ്തത്, യോർദാൻ വറ്റിച്ചത്. പണ്ട് ഞങ്ങൾ ഹെർമോൻ പർവ്വതങ്ങളിലും യോർദാൻ പ്രദേശത്തും മിസാർ മലയിലും വെച്ച് ഞങ്ങൾ നിന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞത് അതാണ്. കരടിയും സിംഹത്തെയും കൊന്നു എന്ന് പറയുന്നത് അതാണ്. ഇതിനാൽ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറയുന്നത് അതാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഹൃദയകാഠിന്യം മാറട്ടെ, ഹൃദയകാഠിന്യം മാറട്ടെ, അവിശ്വാസം മാറട്ടെ, സംശയം മാറട്ടെ. അട്ടവല കട്ടി, വല്ലകമ്പടക്കട്ടി, കാലമുലത്തരപ്പട്ടി, വീതികെട്ടിക്കട്ടുകര, യുടകമ്പര വൈശ, വൈഷമനാജക, ശകതപം, ദരകം, ദരകം, ദരകതരം, രഹതനം, രഹതന ഘടകന്തം, ദിരകതന ഘടകന്തം, മുരകജന ഘടക ജലഘടക. സിജി സൈഫിനസ് ആശിഷ്ടോട് ആത്മാവിടപെടുന്നത് 12-ാം മാസം ചില ദിനങ്ങൾ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ മുൻപിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന ചില വിഷയങ്ങൾ സമഭൂമിയായി മാറുമെന്ന് ആത്മാവിടപെടും. നീ പ്രതീക്ഷിക്കുന്ന ചില വഴികളുണ്ട്, പക്ഷെ ദൈവം ഒരുക്കുന്നത് ആരജകക്ഷകന നീ പ്രതീക്ഷിക്കുന്നതല്ലെന്ന് ആത്മാവ് പറയും. ഉടവരജകസ്തരാ ജനാദിഘടക ശഹസ്തരാജഗന്ധ ജൂഡരെ രഗതബലജകന. ഹെരോദാവ് പ്രതീക്ഷിച്ചതൊന്നുണ്ട്, പക്ഷെ മറുവഴിയായി വിദ്വാൻമാരെ പറഞ്ഞു വിട്ടെന്നെ വചനം പോലെ ഉടവരകസ്തരാജകന മറുവഴിയിലൂടെ ഞാൻ നിന്നെ നടത്തും. ചക്കമിക്കല മട്ടിമുട്ടല കെട്ടികിട്ടല മെട്ടുകേലക മെച്ചുതാര കെട്ടകനച്ചത്തരക്കട കണ്ടനാദി. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ഉടവരകസ്തര ധീരജാന നീ വിശ്വസിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്യാനും ഉടവരകസ്തന ചിലർ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ടും പരിശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ രണ്ടാമതൊരു അത്ഭുതം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് തൂന്ന് പറയുകയാണ്. ഘടകജല ഘടകക്ഷകസ്ഥര ചിലതിനകത്ത് നിനക്ക് സഹിഷ്ണുത വേണം. നീ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും മടിക്കണ്ട. ജപത ഘടകക്ഷക ചിലരുടെ നിന്ദകൾ എന്റെ മേൽ വീഴുകയാണ്. അത് നിനക്ക് പ്ലസ് പോയിന്റായി മാറും. കടികണ്ട കടകട്ടി കാലം പല വാദ വേദകട്ടി മരച്ചുരഞ്ച ഘട്ടം പരതര ഘടകം ജുബന്ധരം ജുടകജരം ജഗക്ഷകരം. നീ ഒരു 8 മാസം കൂടെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. അത് കഴിയുമ്പോൾ നിന്റെ സ്ഥിതിക്ക് അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഞാൻ വരും. കടതല ഘടക നിരാജരാതി നീ ഇത്രേ പോവൂ ഇത്രേ വരൂ എന്ന് വിധിച്ച വരച്ച ഉടവരകക്ഷകന പറഞ്ഞ വ്യക്തികളുടെയും വിഷയങ്ങളുടെയും നടുവിൽ നിന്റെ രേഖ ഞാൻ തിരുത്തി. ഉടവരകക്ഷകസ്ഥന നിന്നോടുള്ള വാഗ്ദത്വം പുതുക്കി അബലഘടകക്ഷകന യബേസിന്റെ അതിനെ വിശാലമാക്കിയതുപോലെ ഞാൻ നിന്റെ അതിരുകളെ വിശാലമാക്കും. യുടകഞ്ചര ജഗതരാജന നീ എല്ലാരെയും ഒന്നുപോലെ വിശ്വസിക്കണ്ട. ചിലരൊക്കെ ഉടവരജകന നല്ലതാണ് കാണുമ്പോൾ പറയുന്നതെങ്കിലും ഉടവരജകക്ഷകര നിന്നെ വിട്ടുപോകുമ്പോൾ പറയുന്നത് ദോഷമാണ്. യുടുകി കബലി കരിപ്പി കാടി മാട്ടി മൂട്ട് കേല് ചെന്ത പാട്ട് മിച്ചു തരി കടുപ്പ് രപ്പൻ അകജനം. സാമ്പത്തിക മണ്ഡലത്തിൽ പ്രത്യേകം മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ജബല ഘടകക്ഷകസ്തന്തരാജന ഞാനൊരു വിശാലത നിനക്ക് ഒരുക്കുന്നുണ്ട്. എന്നാൽ നീ അല്പം കൂടെ കാത്തിരുന്ന് ക്ഷമയോടെ പ്രാർത്ഥിച്ചുകൊള്ളാൻ ആത്മാവ് തൂത് പറയുകയാണ്. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോൾ ഞാൻ നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഹോശേയ 6:11 വചനം ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. നിന്റെ ശരീരത്തിൽ ഒരു ക്ഷീണം കൂടെ കൂടെ കൊണ്ടുവന്നിട്ട് നിന്നെ തളർത്തുന്ന ഒരു വ്യാപാരമുണ്ട്. അതിനെ നീ ആത്മാവിൽ ശാസിക്കണം. അത് പൈശാചികമാണ്. അത് ചിലയിടത്തുനിന്ന് ചൊല്ലിവിടുന്ന ഓതിവിടുന്ന ചില മന്ത്രങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിൻ്റെ മേൽ ശാസിച്ചും പ്രാർത്ഥിച്ചും നീ ജയമെടുക്കണം. ഉടവര ജഗതര കടകട്ടി കലം കടകട്ടി കുട്ടം കട്ടുകിലം മലം മട്ടും മട്ടും മരം മലം മത്തുനം മട്ടും അച്ചത്തരങ്ക പട്ടുമാന ചെകത്തി മിട്ടുമിലക ചുത്തര കട്ടിവേദ കട്ടിവിരച്ചല കടകട്ടികാരകം. ചിലരുടെ പിടിയിൽ നീ നിൽക്കാത്തതുകൊണ്ട്, ചിലരുടെ ഇഷ്ടത്തിന് ഉടവരകസ്ഥരാജന നീ നിൽക്കാത്തതുകൊണ്ട്, അവര് പറയുന്നതിനും അവര് നിയോഗിക്കുന്നതിനും നിൽക്കാത്തതുകൊണ്ട് നിനക്കെതിരായി ചൊല്ലിവിടുന്ന ചില ചൊല്ലുകളും ഉടവരജകന തന്ത്രങ്ങളുമാണ്. എന്നാൽ ആത്മാവ് പറയുന്നു നിനക്ക് വിരോധമായി ഒരുക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. നീ ശക്തിയോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു നിൽക്കട്ടെ.
കാരജകക്ഷന് അല്പം കൂടെ നിനക്ക് കഷ്ടമുണ്ട്, എന്നാൽ പിന്നത്തേതിൽ ഞാൻ വിശാലത ഒരുക്കും. ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ എന്റെ കരം കൂടിയാണ്. കടകമനദിനാരകത്തി മാല ചുടാരകന്തി കട്ട ഉല്ലാകലക ചിത്തര പടപ്പതുപ്പിപ്പാരത്തോറമാർ ഗേട്ടോറി ബീരിഹി നമൂസിയാമ സുലാസുറാനാസി കാൽമൈട്ടനോടാരകന്തല്ലപ്പാര പച്ചുത്തരാങ്ക മടച്ചനാഥ പടവരപ്പതിനാദികട്ട മർവരക്ക സിയാദോറ ഓൺമൈട്ടി ആനസിയാവന്തര ജഹൽക്കടക ജനജഗതം ജുടകമ്പരം ജുടകമലതികനം ജുടകമ്പലം ജുരകതനഘടകമ്പം ദുരപരകം ശബര ജഗതലഘടകച്ചക സന്തർജലഘടകച്ചക സന്തർജലഘടകം ജുഡാംബാരാജാൻ അജിത വർഗീസിനോട് ആത്മാവിട്ടുവിടുന്നത്, പോരാട്ടങ്ങൾ നിനക്കുണ്ടെങ്കിലും ഉടവര നീ അധൈര്യപ്പെടരുത്. നിന്റെ മുൻപിൽ ഒരു യുദ്ധമുണ്ട്, എന്നാൽ ഞാൻ അതിനകത്ത് നിനക്ക് ജയം തരും. കണ്ണുനീരോടെ വിതച്ചോളണം, ആർപ്പോടെ കൊയ്യാൻ ആത്മാവസരങ്ങൾ ഒരുക്കും. ഇംഗ്ലീഷ് ലെറ്ററിൽ വി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. വി അടപ്പി അമി അരകത്തനത്തുരക്കട മട്ടുലാകട്ടി മിച്ചി മത്തി ലെങ്കടച്ചത്തര പട്ടു വിനാദ ഘട്ട ഘട്ട രാജകച്ചകസ്തരം. ചിലതിനകത്തൊക്കെ നിന്റെ മനസ്സ് പതർന്നു. ഉടവാര ജഗച്ചകന, എന്നാൽ ഞാൻ നിനക്കൊരു കോൺഫിഡൻസ് തരും. ഉടവാര ജഗന, നീ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കും. തക്ക സമയത്ത് വഴിത്തിരിവുകൾ വെളിപ്പെടും. നീ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രൂത്ത് തീരുമാനമെടുത്ത് ഉടവരകന മോവാബിൽ നിന്നും ബേദൽഹേമിലേക്ക് പോയി. അവൾ അതിനാൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ചില ഡിസിഷൻ എടുത്ത് മുന്നേറി നീ നന്മ പ്രാപിക്കുന്ന മണ്ഡലങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെടും. കടല ഘടക ജനാതി ഘടകം തുരാക്ഷ മധുരി കാനതി കൂടുമി കേമി കേൽമട കാർമ ചേത പടമ്പ രമനാദി 5 മാസം കൂടെ പ്രാർത്ഥിക്കണം. ഹിതം പടവര വൈശ്വം വേദഹസ്തപര ജഗന ജ്വാല ജീവസ്തര ജനാതി ഘടകക്ഷകസ്യ. വീടിനകത്തൊക്കെ സ്വസ്ഥത എടുത്തു കളയുന്ന പോരുകളുണ്ട്, അതിനെ തിരിച്ചറിയണം. ചില ഘടകജല ഘടകജം ധീരം വീരം ഭാരം 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 താരം ഭാര. നീ പറയുന്ന ചിലതിന് മൂല്യമില്ലെന്ന് വരും മനുഷ്യന്റെ മുമ്പിൽ, പക്ഷേ അതിൻ്റെ ഒരു മൂല്യം ഞാൻ കൽപ്പിക്കും. ഘടകജല ഘടകജനാദി ഘട്ട കണ്ടി ഘട്ടം പല തുരകം പടക ക്ഷമന ജഗനം ഘടകന്ധപരാച്ഛാദാന. അന്ന് നീ പറയും, ഞാൻ പറഞ്ഞതായിരുന്നു ശരി എന്ന് മറ്റുള്ളവരോട് പറയേണ്ടി വരും. അതിനുള്ളൊരു അവസരം ഞാൻ ഒരുക്കുന്നുണ്ട്. നീ പ്രാർത്ഥനയോടെ ആത്മയുദ്ധം ചെയ്ത് നീങ്ങണമെന്ന് ആത്മാവെന്ന് പറയുകയാണ്. ൂഢ്യപാലം പദകണ്ഠകട്ടി കുലംബലപ്പാത കക്ഷകച്ചമസ്കരക്ഷനാദി. നിന്റെ മെമ്മറി പവർ കുറച്ചു കളയുന്ന വ്യാപാരങ്ങളുണ്ട്, മറവിയിടുന്ന പോരാട്ടങ്ങളുണ്ട്, അതിനെ ശാസിക്കണം. ഉടപാലം ഉടകക്ഷ കന്ധനം. നീ അധികം പ്രയോജനപ്പെടേണ്ടവളാണ്, എന്നാൽ മന്ദതയിട്ടും ഉടപരകന മറവിയിട്ടും നീ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യാതെ, നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ, അത് സക്സസ് ആക്കാതെ അതിനകത്ത് ശത്രു കല്ലുവാരിയിട്ട് ഉടപരജകസ്ഥന പെട്ടെന്ന് മൈൻഡ് മറിഞ്ഞ് ഉടപാരകക്ഷകസ്യാതന ചിലത് തികച്ചെടുക്കാൻ കഴിയാതെ ഭംഗിയാക്കാൻ കഴിയാതെ ഉടപാരകക്ഷകന നിന്നെ ഒതുക്കുന്ന പോരുകളെ ആത്മാവിലായി നീ ശാസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക. ഉടുകമ്പല ദുരക്ഷം മാരം വേദ ഘടകംബര ചുനപ്പടമാര വീതി കണ്ട വിലക്കടകച്ചകസി ശ്രീബന്ധര ക്ഷാതാമന ജഗസന്ധര ജഗക്ഷകന. എന്റെ പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. ഇപ്പോഴുള്ള പ്രാർത്ഥന പോരാ എന്നാൽ പറയും. ഉടവല ഘടക ശക്തിയോടെ നീ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയായി നിന്റെ പ്രാർത്ഥന കൂട്ട. ഞാനൊരു വിടുതലയ്ക്ക് ഏൽപ്പിക്കേണ്ട പ്രവർത്തിപ്പാൻ എന്റെ കരം കൂടെ ഉടകാലമലഹുത്തുന്നശീലാഹമ്പി ഉടുമിച്ചത്തരാട്ടി ആനത്തുരാഗന്തി കട്ടി കലകജന ഘടകട്ടലാകട്ടകൽക്കടക. മേരിക്കുട്ടിയാന്റിയോട് ആത്മാവിടപെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഉടപാരകക്ഷകസ്ഥന മനസ്സിന്റെ സ്വസ്ഥത കെടുത്തി ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ചില പൈശാചിക പോരാട്ടങ്ങളുടെ മേൽ ആത്മാവ് ജയം തരേണ്ടതിന് ശാന്തമായ ദിവസങ്ങൾ സ്തോത്രം ചെയ്യാൻ ആത്മാവ് പറയും. ഉടപരജകന ശിഷ്യന്മാരെ അക്കരെ പോകാൻ നിർബന്ധിച്ചവരെ അയച്ചു. അവരക്കരെ പോകുന്ന വഴിയിൽ കാറ്റവർക്ക് പ്രതികൂലമായി. എന്നാൽ അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അവർ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല. ഈ ദിവസങ്ങളിൽ ഇന്നലകളിൽ കണ്ട അത്ഭുതവും
ഉടവരകസ്ഥന കേട്ട വചനവും തൂതും ആഴത്തിൽ ഗ്രഹിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആ ഉടവരകഥന ശരീരത്തിന്റെ അസ്വസ്ഥതകൾ കീഴടങ്ങുമെന്ന് ദൈവാത്മാവ് തൂത് പറയും. ഉടവാര ഗജന ആലൻ കുലമി കർമ്മീ ഗജന ഒരാഴ്ച ശക്തിയോടെ അങ്ങനെ സ്തോത്രം ചെയ്യാൻ ദൈവാത്മാവ് തൂത് പറയും. അത് കഴിയുമ്പോൾ ചിലത് കാറ്റ് അടങ്ങുക, കടലേ ശാന്തമാകാം എന്ന് പറഞ്ഞ വചനം പോലെ ചിലത് അമരുമെന്ന് ആത്മാവ് തൂത് പറയും. അമ്പീരമ്പനാദി ഗാനാജനാദി കണ്ണുമായി ബന്ധപ്പെട്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ നോക്കുന്ന പോരുകളുണ്ട്. അതിനെയും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു. ചിതമട്ടുലാകിട്ടി മിലക്കി മാരിവേദമാരതേര ഗത കടികര ഗന്ധല ഉൽക്കട മുരികന കടിമന ജരവനി വിജിഗത ഇതകടകന യാത്രകൾ ഒക്കെ ശ്രദ്ധിച്ച് ഈ ദിവസങ്ങളിലായിരിക്കട്ടെ. ജിബരജലഘടകച്ചകസ്യാന ഹസ്തരാജനാദി ഹന്തൽക്കൗട ഒരുപാട് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. ഉടപരജകരാധരാധകച്ചവാചകസ്തന ഇന്ന് കേട്ട ദൂത് ആഴത്തിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ. പ്രവർത്തിപ്പാതകരം കൂടെ നിബീരവൻ തരം പടം വജം വേദം ഘട്ടം വിട്ടും വിട്ടും അല്ലും ചല്ലും തീരും പാരും വേത് കൂട്ടകാട്ടി ഗീനമാന ചെയ്ത് കെട്ടി ഉടൻചര ഹസ്യമഷ വചമിത ഉസറഹിൽ അബസൂറനഹത്തുന്ന സില്ല ഹയാമാത്തുന്ന സീനിയ രവീണ്ടിയ മരാത്തിയ മേനാത്തിയ മൂരാത്തിയ ചാലാത്തിയ പീഡാത്തിയ പുരുത്തിയ പലുക്കുടുമി കർമ്മി കട്ടി കഞ്ചി കെത്ത് കെട്ട് വെല്ല് വീത് വണ്ട് വിഷഞ്ചരം ഘടങ് ഇഷങ്കസ്തരക്ഷരം ദഹന്തം പട ജഗക്ഷകരച്ചര സ്ഥലതല ഘടകക്ഷി യുടവൽക്കടകചര. എല്ലാവരും ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട് ഒരു വിടുതൽ ദൈവം ഈ വചനത്തിലൂടെ രാത്രിയിൽ അയക്കുക. എല്ലാവർക്കും പൊതുവിലൊരു വിടുതൽ ഈ വചനത്തിലൂടെ ആത്മാവയക്കുക. ഇടപാടകല കഴിഞ്ഞ ഒരാഴ്ച ഉപവാസത്തിലും പ്രാർത്ഥനയിലും പൂർണ്ണമായ ദൈവത്തിന് സനയിൽ ഇരുന്നിട്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഘടകജലഘടകൊണ്ട് ഈ ദൂതുകൾ ആഴത്തിലേറ്റെടുത്താണ്ട് ഇവലക്ക ദേകലത്ത റീകിലെത്ത റൂക്കിനിസ ലഹിത്തിന്ന മലസൂറിയ ടീപ്പേറിയ മെറുക്കുനിയ ചുന്തപ്പടിയ മാച്ചുതേര മെട്ടുലാക്കിയ ചുന്തരപ്പോട് മാരത്തുൽമി കൺമറിക്ക നേവനത്തര മടകന്തരം വിജഘടക ശമനജക ശഹന്തൽപ്പട മാരച്ചോത ഹെട്ടികല്ല വില്ലകസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ജനത്തിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ട് അപ്പത്തിന്റെ സംഗതി ഗ്രഹിക്കാതെ ഇപ്പോഴത്തുള്ള പ്രതിസന്ധികളിൽ ഭാരപ്പെട്ട് തണ്ടുവലിച്ചു കുഴയുന്നവരുടെ നടുവിൽ ഉടവരകസ്ഥരാധന ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരോട് ആത്മാവിടപെടുന്നത് ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ ദൈവം ആത്മാവ് പറയും. അത് ഉടവര ജഗതര ഘടക ശമന ജഗന കണ്ടിന്യൂസ് ആയിട്ട് ചിലർ ചെയ്യട്ടെ. ചെയ്യുമ്പോൾ ദൈവം ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ അയക്കും. ശക്തിയോടെ ദൈവം ഈ ദൂതേറ്റെടുത്തോ ചിലതയക്കും. ഇന്നലെ നിന്റെ കയ്യിൽ അപ്പം ഇല്ലായിരുന്നു, നിന്റെ കയ്യിലുള്ള പണം ഉപകരിച്ചില്ല. ഉദാരജകന നീ കണ്ടെത്തിയത് 5 അപ്പം. അത്ഭുതം അത്ഭുതം. 20,000 ഇടയിൽ നിന്ന് 5 അപ്പം കണ്ടെത്തി. അത് നിന്റെ കയ്യിൽ വന്നു. നീ യേശുവിന്റെ കയ്യിൽ കൊടുത്തു. യേശു അത് നുറുക്കി വീണ്ടും നിന്റെ കയ്യിൽ തന്നു. നീ ഇഷ്ടം പോലെ വിളമ്പി തിന്ന് തൃപ്തിയായി. വീണ്ടും 12 വട്ടം നിന്റെ കൈ വന്നതാ. ഘടകാര ജഗന ഇപ്പോഴത്തെ കാറ്റിനകത്ത് ഇന്നലത്തെ അത്ഭുതം നീ മറന്നു. അല്ല, മുമ്പിലത്തെ 9 മണിക്കൂർ മുമ്പിലുള്ള അത്ഭുതം മറന്നു. വിശ്വാസം അതിന്റെ ആഴങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താൽ ഇപ്പോഴത്തെ കാറ്റ് കീഴടങ്ങും. ഇപ്പോഴത്തെ രോഗബന്ധന വഴി, ഇപ്പോഴത്തെ കടഭാരം മാറും. ഇപ്പോഴത്തെ ചില പ്രതിസന്ധി മാറും. ഇപ്പോഴത്തെ ചില വെല്ലുവിളികൾ മാറും. ഇപ്പോഴത്തെ ചില രേഖയെഴുത്ത് മാറും. രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനം പരിശുദ്ധാത്മാവ് ഉടവര ശക്തിയോടെ ഇടപെടുകയാ. ജുദീക അരാഗ മനാജ വേദാര ധൂലക്ക ധൂപാന്ത രവട്ടി മജ വേദ ഖണ്ഡികര ജില ഘടകശകസ്തരാതലഘടക എല്ലാവരും ചേർന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്താണ്. സ്തോത്രം 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 സ്തോത്രം. അമേൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം സ്തോത്രം. 2 കാര്യം പ്രാർത്ഥനാ വിഷയമായി കൂടെ ഞാൻ പറയുന്നു. സ്തോത്രം. ഈ ഡിസംബർ മാസം ആമേൻ ഒരു ചെറിയ കൺവെൻഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 വർഷം നമ്മുടെ ന്യൂമ ഗോസ്പൽ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ 10 കൺവെൻഷനാണ് നടത്തിയത്. അത് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല കേട്ടോ. സ്തോത്രം. അപ്പോ ആ മിനിസ്ട്രി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അത് ഈ വർഷം ഡിസംബറിൽ കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് മറ്റ് സിസ്റ്റം ഉണ്ട്. സ്തോത്രം. ആ സിസ്റ്റം കൊണ്ടുപോകാനും വരാനും വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്നിൽ ഒരു ഒമ്നി വാൻ അല്ലെങ്കിൽ ഒരു ഈക്കോട് ഒരു ചെറുത് ഒരു 2 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു വാഹനം. അത് സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും ബോക്സസ്
നമ്മുടെ മിക്സ്ചർ, മറ്റ് സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ഈ ആണ്ടിൽ അവസാനിക്കുന്നതിന് മുമ്പ് അതിന് ക്രമീകരണം ഉണ്ടാകണം. കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അതിന്റെ പിരിവൊന്നും പറയല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തും. കാര്യം നമ്മളൊരു 5-6 കൊല്ലം കൊണ്ട് ഈ പ്രോഗ്രാം നടത്തുകയാണ്. അതിലൂടെ കർത്താവിന്റെ വചനം എല്ലായിടും എത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ശുശ്രൂഷയുടെ ഭാഗമാണ്. നമ്മൾ അങ്ങ് നിത്യത ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ പറയും? നമ്മൾ എല്ലാ ആഴ്ചയും കേട്ട് വചനം കേട്ട് ദൂത് കേട്ട് ആശ്വസിച്ചു പോയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സുവിശേഷം അത് നമ്മുടെ ദൗത്യമാണ്. ഈ ആഴ്ച, അടുത്ത ആഴ്ച ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരന്റെ റിസ്കിൽ 4 ദിവസത്തെ കൺവെൻഷൻ നടക്കുകയാണ്. MA വർഗീസും സ്തോത്രം തമിഴ്നാട്ടിലെ ഒരു പാസ്റ്ററുമായിട്ട്. അപ്പൊ അത് ഞാൻ ഗുജറാത്തിൽ മീറ്റിങ്ങിനും വിളിച്ചതാണ്. അത് വലിയ മീറ്റിംഗ് ആണ്, ഗുജറാത്തിലെ 1000 പേര് കൂടുന്ന മീറ്റിംഗ്. അതിന് പോകാതെ ഇവിടെ നിന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളാലാവോളം സുവിശേഷം എത്താൻ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. സ്തോത്രം. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാൽ സ്തോത്രം 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 സ്തോത്രം. കവങ്ങൾ പ്രാർത്ഥിക്കും. സ്തോത്ര സന്തോഷ് പാസ്റ്റാശ്വാദം പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ നിത്യപിതാവേ, ശ്രേഷ്ഠവും അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിയാമത്തിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പതുപോലെ കർത്താവേ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന ഭാഗ്യ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇന്നത്തെ പൊൻപൊലിൽ കണ്ട ആയിരങ്ങൾ, 10,000 കർത്താവേ ഈ ഭൂതലം വിട്ട് നീങ്ങപ്പെട്ടപ്പോൾ ഞങ്ങളെക്കാൾ ബലവാന്മാർ, ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ, ഭക്തന്മാർ, വിശുദ്ധന്മാർ പട്ടുപോയപ്പോൾ കൃപയായി ദയവായി ഞങ്ങളുടെ ആയുസ്നാളിനെ നീട്ടിത്തന്ന് ഈ രാത്രി ആമത്തിൽ കർത്താവെ ഞങ്ങളുടെ ശ്രേഷ്ഠദാസനാൽ നയിക്കപ്പെടുന്നതായ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വചനത്തിൽ ഉറപ്പിപ്പാൻ സ്വർഗം ഒരുക്കിയ മുഖാന്തത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമ്മുടെ ശ്രേഷ്ഠദാസനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തന്റെ ആവശ്യങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ പൊൻചെങ്കോൽ നീട്ടപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകാൽ കർത്താവെ ഡിസംബറിൽ നടക്കുവാൻ പോകുന്നതായ ന്യൂമാ ഗോസ്പലിന്റെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ദാസനാൽ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് മഞ്ഞും മഴയും അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഡിസംബർ 30 മുൻപായി കർത്താവെ തന്റെ ദാസൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാഹനം കർത്താവെ ലഭിപ്പാൻ, അതുമൂലം തിരുനാമം മഹത്വത്തിനായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സന്ധ്യാവേളയിൽ കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂട്ടിക്കൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയോടും യാചനയോടും സ്തോത്രത്തോടും നിലവിളിയോടും കൂടി നമ്മുടെ സന്നിധാനത്തിൽ അർപ്പിക്കപ്പെട്ട സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവിടുത്തെ വിടുതലുകരം വെളിപ്പെട്ടതിനാൽ സ്തോത്രം കർത്താവെ. കേൾക്കപ്പെട്ട ഉന്നതമായ ഹല്ലേലൂയ വചനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കർത്താവെ, അത് പിന്നെയും വിടുതലായി ഭയപ്പാൻ, ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ വെള്ളത്തോടെ ജയത്തോടെ അവളെ നേരിടുവാൻ, സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികിടുന്ന വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ അധികാരമുള്ള നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറ്റമില്ലാത്ത, മാറിപ്പോകാത്ത ഇമ്മാനുവേൽ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ കടന്നു വന്നതുപോലല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായി മടങ്ങിപ്പോവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഏവരെ സമ്പൂർണമായി തിരുപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അവിടുത്തെ ശാശ്വത ഭുജത്താൽ ഞങ്ങളെ താങ്ങി വഴി നടത്തും, നന്മകൊണ്ട് അലങ്കരിക്കും, സകല നന്മയ്ക്ക് വിലക്കി കാക്കും. അത് നല്ല നാമം മാത്രം അടിയങ്ങളോട് മഹിമപ്പെടട്ടെ. സകല സ്തുതിയും മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് അർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും സ്തോത്രങ്ങളും സ്തുതികളും സ്വർഗം ശ്രദ്ധവേറ്റി കേട്ടതേക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരം വരണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം പ്രാർത്ഥനയെ യാചനയും കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിന്റെ കൃപ, ആശിസ് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അനുഗ്രഹങ്ങൾ വചന ശുശ്രൂഷിച്ച ദൈവദാസന്മേൽ കേട്ട ജനത്തിന്മേൽ ഭൂലോകത്തുമുള്ള സകല വിശുദ്ധന്മാരുടെ പേരും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. മാതൃ ചെയ്യുന്ന കർത്താവിൻ മഹത്വം കരേറ്റ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ സ്വതന്ത്രം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, നിശ്ചകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.